ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൽ ഇന്നലെ 2 കളികളാണല്ലോ പൂർത്തിയായത്. ഇതോടുകൂടെ 54 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ലീഗ് സ്റ്റേജിൽ ഇനിയും 20 കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. IPL 77% യെസ്, ഇനി വളരെ കുറഞ്ഞ നിർണായക പോരാട്ടങ്ങൾ മാത്രം. ഏതായാലും ഇപ്പോൾ എല്ലാ ടീമുകളുടെയും സാധ്യത എങ്ങനെയാണ്, ഏതൊക്കെ ടീമുകളായിരിക്കും ഇത്തവണ ടോപ്പ് 4ൽ ഉറപ്പിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ നടന്നൊരു ഗംഭീര ത്രില്ലർ പോരാട്ടത്തിനൊടുവിലാണ് മുംബൈ ഇന്ത്യൻസിനെ ഈ ഒരു IPLൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്താക്കിക്കൊണ്ട് RCB പോയിന്റ് പട്ടികയിലെ തലപ്പത്തേക്ക് കയറിയിട്ടുള്ളതും. അതേപോലെ തന്നെ CSKയും LSGയെ തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ 2 റിസൾട്ടുകൾ വന്നതോടുകൂടെ മുംബൈ ഇന്ത്യൻസും LSGയും ഒഫീഷ്യലായിട്ട് തന്നെ IPLൽ നിന്നും പുറത്തായിട്ടുണ്ട്. യെസ്, ഇവരിനി ഒരു കാരണവശാലും പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നില്ല. സോ ഈ 2 ടീമുകളുടെയും ടോപ്പ് 4 സാധ്യത ഇനി പറയേണ്ടതില്ലല്ലോ. ഈ 2 ടീമുകളും IPLൽ നിന്നും എലിമിനേറ്റ് ആയി പോയിരിക്കുന്നു. IPL ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു IPLൽ ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് കയറുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ കുറേ നാളുകൾ തലപ്പത്ത് തന്നെയായിരുന്നല്ലോ. ആ PBKs ഇപ്പോൾ 4ാം സ്ഥാനത്ത് വീണു പോയിട്ടുണ്ട്. RCB തലപ്പത്ത് നിൽക്കുമ്പോൾ SRHും ഗുജറാത്ത് ടൈറ്റൻസും ഒക്കെ RCBയുടെ സെയിം പോയിന്റുമായിട്ട് തന്നെ 14 പോയിന്റുമായിട്ട് 2-3 സ്ഥാനങ്ങളിലുണ്ട്. ഈ 3 ടീമുകൾക്കും ഇനി 2 കളികൾ വിജയിച്ചാൽ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയും. ഒരൊറ്റ കളി വിജയിച്ചാൽ മതി, എന്നാൽ തന്നെ പ്ലേ ഓഫിലേക്കുള്ള കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള 16 പോയിന്റുകൾ ഈ ടീമുകൾക്ക് ലഭിക്കുകയും ചെയ്യും. സോ ഇവരുടെ കയ്യെത്തും ദൂരത്താണ് പ്ലേ ഓഫ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ 3 ടീമുകൾക്കും ഇനി 3 കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരു കളി വിജയിച്ചാൽ തന്നെ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. ഇത്തവണ 16 പോയിന്റിൽ സ്റ്റക്കായിട്ട് ടോപ്പ് 4ലേക്ക് പരിഗണിക്കപ്പെടാതെ പോകുന്ന ടീമുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ടീമുകളും ഇപ്പോൾ കട്ടക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. KKRും CSKയും ഒക്കെ ഇപ്പോൾ തകർപ്പൻ കംബാക്ക് നടത്തി നിൽപ്പാണ്. സോ ഇനിയുള്ള കളികൾ മാക്സിമം വിജയിക്കുന്നതിനോടൊപ്പം തന്നെ നെറ്റ് റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടി നിർബന്ധമായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരികയാണെങ്കിൽ അവരിനി എല്ലാ കളികൾ വിജയിച്ചാലും 14 പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ ഏതാണ്ട് അവരും പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. KKRലേക്ക് വരുമ്പോൾ 10 കളികൾ 9 പോയിന്റാണുള്ളത്. ഇനിയുള്ള എല്ലാ കളികളും വിജയിച്ചാൽ KKRന് 17 പോയിന്റ് ആവും. പക്ഷേ ഒരൊറ്റ തോൽവി മതി ഈ ഒരു ടൂർണമെന്റിൽ നിന്നും തന്നെ പുറത്താവാനുള്ള സാധ്യതയും വളരെയധികമാണ്. രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ കളിച്ച 11 കളികൾ 12 പോയിന്റ്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് CSK നിൽക്കുന്നത്. ഈ 2 ടീമുകൾക്കും ഇനി 2 കളികൾ വിജയിച്ചാൽ 3 കളികളാണ് ബാക്കിയുള്ളത്. അതിൽ 2ൽ വിജയിച്ചാൽ തന്നെ 16 പോയിന്റുകൾ ലഭിക്കും. സോ പ്ലേ ഓഫ് പടയോട്ടം തുടങ്ങി നിൽപ്പാണ് CSK. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ കളികളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവരും ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സമയമാണിത്. തിരിച്ചു വന്നില്ലെങ്കിൽ ഇനി വലിയ പണി കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള 3 കളികളും CSKയും RRും വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരും പ്ലേ ഓഫിലുണ്ടാവും. പക്ഷേ ഒരു കളി പരാജയപ്പെട്ടാലും മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ 4ാം സ്ഥാനക്കാരായി കൊണ്ടെങ്കിലും ഈ ടീമുകൾക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയേണ്ടതാണ്. പോയിന്റ് പട്ടികയിൽ 4ാമതുള്ള PBKസിലേക്ക് വരുമ്പോൾ ഇനിയും അവർക്ക് 4 കളികൾ ബാക്കിയുണ്ട്. അതിൽ 2 എണ്ണത്തിൽ വിജയിച്ചാൽ തന്നെ 17 പോയിന്റ് ആവും. സോ അങ്ങനെ എളുപ്പത്തിൽ PBKസും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ്. ഒരൊറ്റ തോൽവി മതി ഈ ഒരു ടൂർണമെന്റിൽ നിന്നും തന്നെ പുറത്തേക്ക് പോകാൻ ചില ടീമുകൾക്ക്. ഏതായാലും കാര്യങ്ങൾ മാറി മറിയുകയാണ്. ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടോപ്പ് 4ൽ ഇത്തവണ ആരൊക്കെ ഉണ്ടാവും? അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.